നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭാ തീരുമാനത്തിനെതിരെ CPIM പ്രതിഷേധ സംഗമം. നഗരസഭയ്ക്ക് മുന്നിൽ കനത്ത പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. CPIMന്റെ പ്രതിഷേധം നടക്കുകയാണ് പാലക്കാട്ട്. അവിടെ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ പ്രതിഷേധം ശക്തമുള്ള ഒന്നാണോ? ഈ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെതിരെ നേരത്തെ തന്നെ വലിയ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉയർന്നു വന്നതാണ്. ഇപ്പോഴവിടെ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? CPIM പ്രതിഷേധം പുറത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അകത്ത് നഗരസഭാ കൗൺസിലിനകത്ത് UDF CPIM അംഗങ്ങൾ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. CPIMന്റെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ പേരിട്ട ചരിത്രമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു റൂളോ ചട്ടമോ ഉണ്ടെങ്കിൽ ചെയർപേഴ്സൺ അത് കാണിച്ചു തരാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതാണ് CPIM കോൺഗ്രസ് കൗൺസിലറുടെ നിലപാടുകൾ. അതാണ് എന്തായാലും BJPയുടെ ചെയർപേഴ്സണൽ നിലപാട് കൂടി നമുക്ക് അറിയണം. എന്തായാലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ വലിയ പ്രതിഷേധമാണ്. ഇതുമായി മുന്നോട്ട് കൗൺസിൽ മുന്നേ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. യോഗത്തിൽ ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കട്ടെ. ആദ്യം കൗൺസിൽ യോഗത്തിൽ ഇരുന്നിട്ട് ഈ പേരിനെ ചർച്ച ചെയ്യാനുള്ള ഒരു സന്മനസ്സാണ് ആദ്യം കാണിക്കേണ്ടത്. ആ മനസ്സില്ലാത്തവര് കൗൺസിൽ യോഗത്തിന് മുമ്പേ അല്ല പ്രതിഷേധിക്കുക. പേരുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? പേരുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിൽ യാതൊരു സംശയമില്ല. അതാണ് നഗരസഭാ ചെയർപേഴ്സന്റെ അവർ പേരുമായി മുന്നോട്ട് പോകുമെന്നാണ് ബാബുദാസ് പറയുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ RSS നേതാവിന്റെ പേര് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുടെ പേര് നൽകാൻ, ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതാണ് വലിയ പ്രതിഷേധം. CPIM നേതാക്കൾ ഉണ്ട്. അവർ ആ പേരുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. RSSന്റെ അജണ്ട നടപ്പാക്കാൻ പാടില്ല എന്നാണ് LDFന്റെ ശക്തമായിട്ടുള്ള നിലപാട്. പ്രതിഷേധിക്കുകയാണ്. അല്ല, അവർ ആ പേരുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കും. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇത് മുൻകൂർ പോലും വാങ്ങാണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ചട്ടങ്ങളുണ്ട്. മുനിസിപ്പൽ ആക്ടിൽ 565 ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളിൽ എവിടെയും പറയാത്തതാണ് ഈ വിഷയം. പാലക്കാട് നഗരസഭയുടെ ഫണ്ട് ഉണ്ടെങ്കിൽ പാലക്കാട് നഗരസഭയുടെ ഫണ്ടിൽ ഇന്ന നൈപുണ്യ കേന്ദ്രം എന്ന രീതിക്ക് വെക്കാൻ കഴിയും. ഒരിക്കലും ഒരു വ്യക്തികളുടെ പേര് വരാൻ കഴിയില്ല. 165 മുനിസിപ്പൽ ചട്ടങ്ങളിൽ എവിടെയും ഈ വിഷയമില്ല. പേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ പേരിട്ടുണ്ടെന്നാണ്. വന്നിട്ടില്ല. തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടെന്നാണ് BJP. ഞങ്ങൾ കൗൺസിൽ അംഗങ്ങളാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തരത്തിൽ റോഡിന് പേരിട്ടിട്ടുണ്ട്. ഹെഡ്ഗേവാറിന്റെ റോഡിനിടാം. അത് എങ്ങനെ റോഡിനിടാം? അത് റോഡിനിടെങ്കിൽ ആ വാർഡ് കമ്മിറ്റി, ആ വാർഡ് സഭകൾ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ വന്ദേ മാതരം ചൊല്ലുകയാണ്. അതിനുവേണ്ടി എല്ലാവരും കശ്മീരിലെ സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമീർ, ഈ പുറത്തുള്ള പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് സമീർ? ഗോപികൃഷ്ണൻ, പുറത്ത് നടക്കുന്നത് പ്രതിഷേധ ധർണയാണ്. നിലവിൽ ശാന്തമായി ഈ പ്രതിഷേധ ധർണ ഈ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നടക്കുകയാണ്. ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. നഗരസഭ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ഹെഡ്ഗേവാറിന്റെ പേര് വേണ്ട എന്ന തലക്കെട്ടിലാണ് CPIM ഇത്തരമൊരു പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിൽ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് CPIMന്റെ നിലപാട്. എന്നാൽ ഈ പുറത്ത് ആണ് ശാന്തമായിട്ടാണ് ഈ ധർണ നടക്കുന്നത് എങ്കിൽ പോലും ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രവർത്തകരോ DYFI പ്രവർത്തകരൊക്കെ തന്നെ പ്രതിഷേധവുമായി നഗരസഭാ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായി പോലീസും വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരസഭയുടെ ഇരു കവാടങ്ങളിലും മറ്റുള്ളിടങ്ങളിലും ഒക്കെ തന്നെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഒക്കെ തന്നെ പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി എങ്കിൽ പോലും രാവിലെയോട് കൂടി തന്നെ നഗരസഭ ഹാളിലേക്കോ അതല്ലെങ്കിൽ കോമ്പൗണ്ടിലേക്കോ തന്നെ പ്രതിഷേധ ഒരു സാധ്യത പോലീസും കണക്കുകൂടുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ പാലക്കാട് നഗരസഭയുടെ ഈ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ വേണ്ടി നഗരസഭ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ UDFും ഒപ്പം തന്നെ CPIM ഒക്കെ തന്നെ ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പോവുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു ഈ ശിലാസ്ഥാപന ചടങ്ങിന്റെ ഭാഗമായി നടന്ന പരിപാടിക്കിടെ യൂത്ത് കോൺഗ്രസും DYFIയും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ആ ഫലകമൊക്കെ തന്നെ നശിപ്പിക്കുകയും വലിയ പ്രതിഷേധവും അക്രമസക്തമാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും നഗരസഭ
ഇന്ന് ചേരുന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നഗരസഭ തീരുമാനിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരേ സമയം നഗരസഭ അകത്തും പുറത്തും ഒരു സമരം എന്നുള്ള രീതിയിലേക്ക് ഈ പ്രതിപക്ഷ സംഘടനകൾ പോകുന്നത്. ശരി, സമീർ ബിൻ കരീമും ശ്രീകുമാരനുമാണ് വിവരങ്ങൾ നൽകിയത്. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭാ തീരുമാനത്തിനെതിരെ CPIMന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നു. നഗരസഭയ്ക്ക് മുന്നിൽ കനത്ത പോലീസ് സന്നാഹമുണ്ട്. നഗരസഭയ്ക്ക് കൗൺസിൽ യോഗത്തിലും വലിയ പ്രതിഷേധം UDF-ഉം CPM-ഉം ചേർന്നുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. അതോടൊപ്പം ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവച്ചു.